ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ലെഗ്രാൻഡ്, അതായത് ഇന്ത്യയിൽ തന്നെ ടോപ്പായിട്ട് നിൽക്കുന്ന ബ്രാൻഡുകളിലൊന്നാണ് ലെഗ്രാൻഡ്. ലെഗ്രാൻഡ് എന്നിങ്ങനെ ആ ലെവലിലായി എന്ന് നമുക്ക് ഇത് തന്നെ ഫിനിഷിങ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. പക്ക നീറ്റായിട്ട്, അതായത് ഫിനിഷിങ് കഴിയുന്ന സമയത്താണ് നമുക്ക് ശരിക്കും ഒരു സ്വിച്ചിൻ്റെ ഒരു കമ്പനീനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാകുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിനിഷിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ സ്വിച്ച് ബോർഡ് കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും അത് എത്രത്തോളം ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടാണ് അവർ ഓരോ പ്രൊഡക്ട്സ് ഇറക്കുന്നതെന്ന്. ഇപ്പോൾ ഓൾറെഡി ശരിക്കും നിങ്ങൾ നോക്കുക, അതായത് ലെഗ്രാൻഡിൻ്റെ തന്നെ മൈറിസ് എന്ന് പറയുന്ന മോഡലാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്നത്. ഓൾറെഡി ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു പിയാനോ ടൈപ്പാണ്. മുകളിൽ ഒരു ഓവൽ ഷേപ്പും താഴെ കറക്റ്റ് സ്പോട്ടായിട്ട് വരുന്നത്. ഇതിൻ്റെ അകത്ത് വരുന്നത് മെറ്റൽ ഷീറ്റാണ് വരുന്നത്. അതുകൊണ്ട് ക്വാളിറ്റിയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നോക്കുക, ടൈലിൽ വെച്ചതിന് ശേഷം ടൈലിലാണെങ്കിൽ അതിൻ്റെ ഫിനിഷിങ് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന പല പല സ്വിച്ചുകളുണ്ട്. സാധാ പ്ലഗ് സോക്കറ്റ് ഉണ്ട്, 2 DP സ്വിച്ചാണ് ഈ കാണുന്നത്. നമുക്ക് AC അതുപോലെയുള്ള ഹീറ്റർ അതിലൊക്കെ വേണ്ടി DP സ്വിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് വരുന്നത് നോർമൽ സ്വിച്ചുകൾ നമുക്ക് കൊടുക്കുന്നുണ്ട്. അതായത് ഇത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ TVയുടെ ഏരിയയാണ്. TVയുടെ ഏരിയയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇൻ്റർനാഷണൽ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. ഇൻ്റർനാഷണൽ പ്ലഗും നോർമൽ പ്ലഗ് ലെഗ്രാൻഡിൻ്റെ ഈ മോഡൽ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. എന്താണ് അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് 8 മോഡ്യൂൾ, അതായത് 4 പ്ലഗ് ഒന്നിച്ച് വയ്ക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. TVയുടെ ഏരിയ ആയതുകൊണ്ട് നമുക്ക് 4 പ്ലഗ് അത്യാവശ്യമാണ്. അതായത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ പല പല ഡിവൈസുകൾ കുത്താനുള്ളത് കൊണ്ട്, നമുക്ക് കണക്ഷൻ കൊടുക്കാനുള്ളത് കൊണ്ട് 4 പ്ലഗ് ഏറ്റവും കുറഞ്ഞതെങ്കിലും വേണമെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ പ്ലഗ്ഗാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആ എക്സ്ട്രാ പ്ലഗ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഇതുപോലെ തന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടി പ്ലഗ് വരുന്നത് ഇൻ്റർനാഷണൽ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഫിനിഷിങ് ലെഗ്രാൻഡിൻ്റെ ഫിനിഷിംഗ് ആണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഒരു ബോക്സ് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, എന്താ പക്ക വൈറ്റ് ആ ലെവലിൽ തന്നെ. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. അതായത് കണ്ടോ, അതായത് നീറ്റ്നെസ് ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളൊരു സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ കവറുണ്ട്, ഈ പ്ലേറ്റ് നമ്മൾ എല്ലാ ഫിനിഷിങ് കഴിഞ്ഞതിന് ശേഷം, അതായത് പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ഇടാവൂ. അല്ലെങ്കിൽ എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെയിൻറ്റിങ് അതുപോലെ തന്നെ പുട്ടി വർക്ക് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ സ്വിച്ച് ബോർഡിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കറക്റ്റായിട്ട് പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് ഒരു തുള്ളി പെയിൻറ്റോ അതുപോലെ തന്നെ പുട്ടിയോ ഈ സ്വിച്ചുകളുടെ ഗ്യാപ്പിൽ പോകാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പോയി കഴിഞ്ഞാൽ സ്വിച്ച് സ്റ്റക്ക് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. അതുപോലെ തന്നെ ആ ഫിനിഷിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അതിൻ്റെ ഏറ്റവും മുകളിലുള്ള കവർ ഇടുകയും ചെയ്യാവൂ. അല്ലെങ്കിൽ എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പോറൽ വന്നു കഴിഞ്ഞാൽ ഗ്ലേസിങ് നഷ്ടപ്പെട്ടു. ഈ ഗ്ലേസിങ് പിന്നെ നമുക്ക് ഒരിക്കലും കിട്ടില്ല. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന ആളിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.